പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൻസായുടെ തിരുനാളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ. നമുക്ക് അറിയാം, 36 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ വിശുദ്ധ മരിക്കുമ്പോഴും. ആ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഈശോയോടുള്ള സമർപ്പണം അതിൻ്റെ തികവിൽ പൂർത്തിയാക്കിയ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും വിശ്വാസ പരിശീലനം നടത്തുന്നവരാണ്. വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസ പരിശീലനം വഴിയാണ് ഈ വിശുദ്ധിയായത്. കാരണം 5-ാമത്തെ വയസ്സിൽ തൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നവളാണ് വിശുദ്ധ അൽഫോൻസ. ഒന്നോർത്ത് നോക്കി, 5-ാമത്തെ വയസ്സിൽ അത്രയും പരിശീലനം കിട്ടി വളർന്നു വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വിശുദ്ധയെ വണങ്ങുന്നത്. നമുക്കതുകൊണ്ട് വിശ്വാസ പരിശീലനത്തിന് പ്രാധാന്യം കൊടുക്കാം. നമ്മുടെ ഈ തീർത്ഥാടനം വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്വാസ പരിശീലനത്തിൻ്റെ ചേരുവകകൾ മാത്രം ചേർത്ത് വയ്ക്കേണ്ടത്, അങ്ങനെ പരിശീലിക്കേണ്ട നമ്മുടെ കടമയാണ്. നമ്മുടെ വിശ്വാസത്തോട് ചേരാത്ത ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാൻ പാടില്ല. നമുക്കത് അങ്ങനെ എന്തെങ്കിലും ദുരാചാരങ്ങൾക്കോ നമ്മുടെ ഈശോയുമായി യാതൊരു ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി വരുന്ന വഴി ഈ തീർത്ഥാടനത്തിന് യോജിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ.
കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സഹനത്തിൻ്റെ ജീവിതം സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം കന്യകയായ വിശുദ്ധ അൽഫോൻസയ്ക്ക് നൽകിയല്ലോ. അനുദിനമുള്ള കുരിശക്ഷമയോടെ സഹിച്ച് ആ കന്യകയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യത്തിൽ കൂടുതൽ ഗാഠമായി പങ്കുചേരാനുള്ള അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവൻ്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വച്ച് അവ തകർത്തു കളഞ്ഞു. അവൻ കാളക്കുട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ടു. അത് ഇടിച്ചു പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. മോശ അഹറോനോട് ചോദിച്ചു, നീ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോടെന്ത് ചെയ്തു? അഹറോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്തരുക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാൻ അത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എൻ്റെ ദൂതൻ നിന്റെ മുൻപേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. ഈജിപ്തിൽ വെച്ച് വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മരണീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു.
കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടി. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുളി ചെയ്തു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അതെല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായിത്തീരുന്നു. മറ്റൊരുപമ അവൻ അവരോട് അരുളി ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത്. ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൻസായുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വിശുദ്ധ അൽഫോൻസയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോഴും നല്ല വിശ്വാസ പരിശീലനം അത് നമ്മൾ വളരെയധികം വിലമതിക്കേണ്ടതാണ്. ഇന്നത്തെ 1-ാം വായനയും അതുപോലെ സുവിശേഷമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പരിശീലനത്തിനിടയിൽ നമ്മൾ ഫൗള് കാണിക്കരുത്. പരിശീലനത്തിനിടയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫലം കൊയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കടുകുമണി ഇപ്പോൾ ഒരു വൈദിക അല്ലെങ്കിൽ സന്യസ്ത ജീവിതാന്തസ്സിലേക്കുള്ള ദൈവവിളിയെ നമ്മൾ പെട്ടെന്ന് ദൈവവിളി എന്ന് പറയും. പക്ഷെ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും ദൈവവിളിയാണ്. മൺപാത്രത്തിൽ തന്നിരിക്കുന്ന നിധി പോലെ, അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ച് തന്നിട്ട് അത് കെടാതെ കൊണ്ടുപോകണം എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പോൾ ഈ കടുകുമണി അത് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. എപ്പോഴും അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ചെടി തന്നിരിക്കുകയാണ്. ദൈവവിളി ഒരു ചെടിയാണെന്ന് കരുതുക. നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതവും ഒരു ദൈവവിളിയാണ്. ഈശോയെ അറിയാൻ സാധിക്കുന്നത് ഒരു ദൈവവിളിയാണ്. അപ്പോൾ ഈ ദൈവവിളി, ദൈവം ഒരു വിതച്ചിരിക്കുന്ന ഒരു വിത്ത്, അത് വളർത്തി മുളപ്പിച്ച് വളർത്തി വലുതാക്കിയെടുക്കണം. അപ്പം അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ അതിനെ കടത്തിവിടണം. ഒത്തിരി വെള്ളം വേണമെന്ന് കരുതി അങ്ങനെ മഴയത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി ചിലപ്പോൾ ചീഞ്ഞു പോവും. എന്നാൽ ഒത്തിരി വെയിൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാടിക്കരിഞ്ഞും പോവും. അപ്പോൾ നമ്മൾ തന്നെയാണ് അനുകൂല സാഹചര്യങ്ങളിലൂടെ അതിനെ കടത്തിവിടേണ്ടത്. അങ്ങനെ നമ്മൾ വളർത്തി വലുതാക്കിയെടുത്താൽ ആ ചെടി വലിയൊരു മരമായി. ഇല്ല, ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പക്ഷികൾ ചേക്കേറുന്ന വിധത്തിൽ. നമുക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാമല്ലോ. ആ മരത്തിൻ്റെ തണലിൽ ഒത്തിരി മനുഷ്യർ വന്നിരിക്കും.
അപ്പം അങ്ങനെ ഒരു മരമായി തീരണം. ഇനി നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. അപ്പോൾ പിന്നെ ആ ചെടിയില്ല, പിന്നെ വേറെ ചെടിയേ ഉള്ളൂ. അപ്പോൾ വിശ്വാസം ഇത് ചെടിയെപ്പോലെ, ഒരു വിത്തിനെ പോലെ നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ അതിന് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളത് വളർത്തിയെടുക്കാതെ അതിന് കേടുപാട് പറ്റിയാൽ, നശിച്ചു പോയാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസ പരിശീലനം. അപ്പോൾ പരിശീലനം ആണ് ആദ്യം. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ശിഷ്യന്മാരെല്ലാം 3 വർഷം ഈശോ പരിശീലനം കൊടുത്തു. അല്ല, കുതിരപ്പുറത്തുനിന്ന് സാവൂളിനെ ഉന്തി താഴെ ഇട്ടിട്ട് അങ്ങനെ ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് അനനിയാസ് വന്ന് ശിരസിൽ കരം വെച്ച് അഭിഷേകം കൊടുത്തത്. ഉടനെ തന്നെ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം പരിശീലനമാണ്. പരിശുദ്ധ മറിയം 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. ആ തിരുനാൾ നവംബർ 21-ാം തീയതിയാണ് സഭ ആചരിക്കുന്നത്. അപ്പോൾ എന്നിട്ടാണ് മറിയം ഇങ്ങനെ വളർന്നു വന്ന് മംഗളവാർത്ത സമയത്ത് മറിയത്തിന് അഭിഷേകത്തോടുകൂടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചത്. അങ്ങനെ പരിശീലനം നേടിയവളായതുകൊണ്ടാണ് മറിയത്തെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത്. അപ്പം പരിശീലനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശീലനവും അഭിഷേകവും നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പോൾ ഈ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമാണ്, ഈ ദൈവവിളിയെ പരിശുദ്ധ കന്യകാമറിയം പരിപോഷിപ്പിച്ചതുപോലെ തന്നെ, വിശുദ്ധരൊക്കെ പരിപോഷിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസായും പരിപോഷിപ്പിച്ചു. അതിനുള്ള സാഹചര്യം ഉണ്ടായി. എട്ടാം മാസത്തിലാണ് പ്രസവിച്ചത്. കാരണം അമ്മയ്ക്കൊരു ഭയമുണ്ടായി, ഒരു പാമ്പ് ചുറ്റിയ ഒരു കഥ. അത് അങ്ങനെ 8-ാം മാസത്തിൽ പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെ 3-ാം മാസത്തിൽ അമ്മ മരിച്ചുപോയി. അങ്ങനെ വലിയമ്മയാണ് ആദ്യം വളർത്തിയത്. പിന്നെ അമ്മയുടെ സഹോദരി പേരമ്മയും വളർത്തി. ഇവരൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട്, വളരെ കൃത്യമായിട്ട് വിശുദ്ധ അൽഫോൻസായ്ക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് 5-ാമത്തെ വയസ്സിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നത്. ഇനി കന്യാസ്ത്രീമാരോടുള്ള ഒരു അടുപ്പം വിശുദ്ധ അൽഫോൻസായ്ക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. പിന്നെ ഇടവ വികാരിയുടെ ചില നിർദ്ദേശങ്ങൾ, അങ്ങനെയാണ് ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്നത്. ഇടവകയോട് ചേർന്നുള്ള പരിശീലനം, ഇടവകയിലെ കന്യാസ്ത്രീ മഠത്തോട് ചേർന്നുള്ള പരിശീലനം, കുടുംബത്തിലെ ബന്ധുക്കളോട് ചേർന്നുള്ള പരിശീലനം, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ സമർപ്പണത്തിലേക്ക് വിശുദ്ധ അൽഫോൻസാമ്മയെ നയിച്ചത്. ഇങ്ങനെ അൽഫോൻസായെക്കുറിച്ച് കുറേ സൂക്തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അൽഫോൻസാമ്മ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് 2-3 കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, മാമോദീസയിലൂടെ കിട്ടിയ വരപ്രസാദം നഷ്ടമാക്കിയിട്ടില്ല. മാമോദീസയിലൂടെ കിട്ടിയ വരപ്രസാദം നഷ്ടമാക്കിയിട്ടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മാമോദീസയിലൂടെയും ആദ്യ കുമ്പസാരത്തിലൂടെയും ആദ്യ കുർബാന സ്വീകരണത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ ഒരു സമർപ്പണം ഏറ്റെടുത്ത്, ഉടമ്പടി ഏറ്റെടുത്ത കർത്താവേ ഞാൻ അങ്ങയോട് കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ ദൈവം തരുന്ന വരപ്രസാദം അതിലാരംഭിച്ച ജീവിതമാണ്. അത് നഷ്ടമാക്കിയില്ല എന്നാണ് വിശുദ്ധ അൽഫോൻസ പറയുന്നത്. അത് നഷ്ടമാക്കിയില്ല. അപ്പോൾ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം, അത് 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് യഥാർത്ഥത്തിൽ അകാലത്തിൽ കർത്താവിനെ ഇങ്ങനെ അവസാന നാളുകളിൽ വന്ന ആളാണ്. ഈശോയുടെ ശിഷ്യന്മാരെ പോലെ കൂടെ നടന്ന് പരിശീലനം കിട്ടിയ ആളല്ല, അവസാനം വന്ന് ചേർന്നയാളാണ്. എന്നിട്ടും ആ കൃപ നഷ്ടമാക്കിയില്ല. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പം ദൈവകൃപ പ്രയോജനപ്പെടുത്തുക. നമ്മളിപ്പോൾ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈശോയുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഇവിടെ വന്നിട്ട് ചരട് കെട്ടുകയോ തൂവാല കെട്ടുകയോ താഴ്ട്ട് പൂട്ടാൻ അങ്ങനെ നോക്കുകയോ ചെയ്താൽ
നമ്മൾ കൃപ വെറുതെ ആയിപ്പോയി. കൃപ വെറുതെ ആയിപ്പോയി. മാമോദീസയിലൂടെ നൽകപ്പെട്ട കൃപ, കുമ്പസാരത്തിലൂടെ നൽകപ്പെട്ട കൃപ, അത് തീർത്ഥാടനത്തിലൂടെ ഒന്നുകൂടി ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വരുന്ന വഴി മദ്യഷാപ്പിൽ കയറി മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കൃപ ചോർന്നുപോയി, കൃപ പ്രയോജനപ്പെടുത്തിയില്ല. അതായത് ഉള്ളിൽ നിന്നൊരു ആത്മാവ് ഇങ്ങനെ പറയും, മകനെ, വേണ്ട മകനെ, മദ്യഷാപ്പിൽ കയറേണ്ട മകനെ, നീ തീർത്ഥാടനത്തിന് പോവുകയല്ലേ, നീ മദ്യഷാപ്പിൽ കയറണ്ട എന്ന് പറയുന്ന ഉള്ളിലെ ദൈവകൃപയുടെ സ്വരം അവഗണിച്ച് കളയുന്നു. എന്നിട്ട് തിന്മയുടെ സ്വരം കേൾക്കുന്നു. അതാണ് അപ്പം പരിശീലനം നല്ല രീതിയിൽ ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. പരിശീലനം നല്ല രീതിയിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പരിശീലനത്തിന് ഒരുക്കം നന്നായിട്ട് നടത്തിയിട്ടില്ല. അതാണ് പ്രശ്നം. പരിശീലനത്തിന് ഒരുക്കം നന്നായിട്ട് നടത്തിയിട്ടില്ല. അതെപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം, ഒരുക്കം. പരിശീലനത്തിൻ്റെ ഒരുക്കം. പരിശീലനം തന്നെ ഒരുക്കമാണ്. പരിശീലനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരാഗ്രഹം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയും, ഇന്ന ദിവസം ആദ്യ കുർബാന സ്വീകരണമാണ്, മക്കളെ കയക്കണം എന്ന് പറയുമ്പോൾ അപ്പനമ്മയും പോയിട്ട് മക്കളോട് പറയും, നീ പോകണം, നീ ക്ലാസ്സിൽ പോകണം, നിനക്ക് ഈ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരണമുണ്ടോ. കൊച്ചിന് ആഗ്രഹമുണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം. ഇങ്ങനെ നിർബന്ധിച്ച് ആദ്യ കുർബാന സ്വീകരണവും കുമ്പസാരവും ഒക്കെ നടത്തുന്ന കുടുംബങ്ങൾ ഉണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ ഒരുക്കമില്ലായ്മയാണ്. ഒരുക്കമില്ലായ്മ. ഈ അൽഫോൻസാമ്മ പറയുന്ന മറ്റൊരു കാര്യമാണ്, എന്നെ കർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് കർത്താവ് എന്നെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ. എനിക്കിഷ്ടമുള്ളതുപോലെയല്ല, ഞാൻ എന്നെ കർത്താവിന് കൊടുത്തിരിക്കുന്നതാണ്. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. എന്നിട്ടാണോ കർത്താവുമായി ബന്ധമില്ലാത്ത ഒരു ചരടിനും തൂവാലയ്ക്കും താക്കോലിനും നമ്മളെ ബന്ധിച്ചിടുന്നത്? കർത്താവിന് കൊടുക്കപ്പെട്ട മനുഷ്യരെന്തിനാണ് ചരടിനും കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ചരടിനും തൂവാലയ്ക്കും താക്കോലിനും ബന്ധിച്ചിടുന്നത്? ഇത് ഉദാഹരണം പറഞ്ഞേ, അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ടാവും ഈശോയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഈ വിശുദ്ധയുടെ മറ്റൊരു പ്രത്യേകതയാണ് കഠിനവേദന, സഹനം. കഠിനവേദനയിൽ ഈ വിശുദ്ധയെ ശക്തിപ്പെടുത്തിയ ഒരു കാര്യം ആ കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണെന്നാണ് പറയുന്നത്. കുരിശിൻ ചുവട്ടിലെ സ്ത്രീ പരിശുദ്ധമ്മയാണ്. കുരിശിൻ ചുവട്ടിലെ സ്ത്രീ പരിശുദ്ധമ്മയാണ്. അപ്പോൾ ഈ കഠിനവേദനയിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയുടെ പ്രചോദനമാണ്, പരിശുദ്ധമ്മയുടെ പ്രത്യേക സഹായമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശ്വാസ പരിശീലനത്തോട് വിശുദ്ധ അൽഫോൻസ ചേർത്ത് വെച്ച കാര്യങ്ങൾ. ഇന്നത്തെ ഒന്നാം വായനയിൽ ഇസ്രായേൽ ജനം അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി മോശ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, മലയിലേക്ക് പ്രവേശിച്ചത്. അപ്പം അവിടെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും അങ്ങനെ കുറച്ച് വൈകിപ്പോയി. ദൈവമായിട്ടുള്ള സംഭാഷണമല്ലേ. മോശ ഒത്തിരി സമയം അവിടെ ചെലവഴിച്ചു. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരിക. ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് അവർ സ്വർണ്ണ കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നു. ഇത് ദൈവം കണ്ടു. ദൈവം മോശയോട് പറഞ്ഞു, നീ നോക്ക്, നിന്റെ ജനം കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു, ആരും കാണിയരെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ മോശ ഇറങ്ങി വന്നിട്ട് അഹ്റോനോട് ചോദിക്കും. അഹ്റോനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അഹ്റോൻ പറയാണ്, ഞാൻ പെട്ടുപോയി. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക്, അത് 23-ാമത്തെ വാക്യത്തിലാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 32-23 വാക്യം. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. കുറച്ചു നേരം ആളെ കണ്ടില്ലെന്ന് കരുതി ദുരാചാരത്തിന് പോകാമോ? കുറച്ചു നേരം കർത്താവ് കൂടെ ഇല്ല എന്ന ഒരു തോന്നലുണ്ടായതിനെ പ്രതി നമുക്ക് കർത്താവിനെ വിട്ടുപേക്ഷിക്കാവോ? അതാണോ നമ്മുടെ പരിശീലനം? അതിനു വേണ്ടിയിട്ടാണോ നമുക്ക് മാമോദീസ തന്നത്? അതിനു വേണ്ടിയിട്ടാണോ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത്? കർത്താവിനെ തോന്നുന്നത് പോലെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണോ ആദ്യ കുമ്പസാരം നടത്തിയത്? കുർബാന സ്വീകരിക്കുന്നതിന് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര ഒരുക്കവും ഭക്തിയും, 1 മണിക്കൂർ ഉപവാസം, പ്രസാദപരവസ്ഥയിലായിരിക്കണം.
എന്നിട്ട് മദ്യപിച്ച അവസ്ഥയിൽ കുമ്പസാരിക്കാൻ വരാൻ എങ്ങനെ തോന്നുന്നു? മദ്യപിച്ച വായിൽ ഈശോയെ സ്വീകരിക്കാൻ എങ്ങനെ തോന്നുന്നു? ഇതാണോ പരിശീലനം? ഇതാണോ വിശ്വാസ പരിശീലനം? സഭയിലൂടെ, കാറ്റഗിസം ക്ലാസ്സിലൂടെ, അധ്യാപകരിലൂടെ, സന്യസ്തരിലൂടെ ഒക്കെ കിട്ടിയ പരിശീലനം അങ്ങനെ പന്നിക്കൂട്ടിൽ വലിച്ചെറിയാനുള്ളതാണോ? പരിശീലനത്തിന് വില കൊടുക്കണം. പരിശീലനം ദൈവം തന്ന പരിശീലനത്തിന് നമ്മൾ വില കൊടുക്കണം. ഇവിടെ ചില രൂപതകളിൽ നിന്ന്, കേരളത്തിലെ ചില പ്രത്യേക രൂപതകളിൽ നിന്ന് ഇവിടെ വന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്താറുണ്ട്. തെക്കൻ രൂപതകളിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരണം, വടക്കൻ രൂപതകളിൽ നിന്ന് അങ്ങനെ ഇല്ല. കാരണം ജ്ഞാനസ്നാനം, ആദ്യ കുംഭസാരം, ആദ്യ കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം, വിശുദ്ധ വിവാഹം, എല്ലാ കൂദാശകളും ഇടവകയോട് ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. മറ്റ് സ്ഥലങ്ങളിലല്ല, ഇടവകയോട് ചേർന്ന് ചെയ്യണം. കാരണം ഒരിടവക വികാരിക്ക് മാത്രമേ ആ ജനത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. വേറെ സ്ഥലത്ത് പോയി ചെയ്താൽ, വേറെ ഒരു അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ചെയ്താൽ എങ്ങനെ പരിചയമുണ്ട്? ആ കുടുംബത്തെ അറിയില്ല. അപ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ പരിശീലനം ഇടവക വികാരിയോട് ചേർന്നുള്ള പരിശീലനമായിരുന്നു. അപ്പോൾ ഇടവകയിൽ പരിശീലനം നടത്തുമ്പോൾ 1 മാസക്കാലമുള്ള പരിശീലനമുണ്ട്. കുട്ടികളോട് ചേർന്ന്, മറ്റുള്ള കുട്ടികളോട് ചേർന്നുള്ള പരിശീലനം. അങ്ങനെ പല കുട്ടികൾ ഇവിടെ വന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തുമ്പോഴും ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ അവരും പറയാറുണ്ട്, അച്ഛാ ഒന്ന് ചോദിക്കണം, അവിടെ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഈ ഇടയ്ക്ക് വന്ന ഒരു ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, യോഗ്യതയോടെ കുർബാന സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കുട്ടിക്കറിയില്ല. കൂടെ നിന്നിട്ട് അമ്മ പറയാണ്, അച്ഛാ പേടിച്ചിട്ട് പറയാത്തതാണെന്ന്. അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം. അറിയില്ലാത്ത മകളെ പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത് അത് വിശ്വാസ പരിശീലനമാണോ? ഒരു അപ്പനോ അമ്മയോ ഒരു കുട്ടിയെ പരിശീലനം നടത്തി ബോധ്യപ്പെടുത്തിയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് കൂദാശകൾ. വേണ്ടത്ര ഒരുക്കമില്ലാതെ കൂദാശകൾ സ്വീകരിച്ചാൽ പരിശീലനത്തിൻ്റെ നാൾവഴികളിൽ കർത്താവിനെ വിട്ടുപേക്ഷിച്ച് പൊയ്ക്കളയും. അതാണ് അതിൻ്റെ കുഴപ്പം. ഒരുക്കമില്ലായ്മ, പരിശീലനമില്ലായ്മ, അതാണ് ഈ തകർച്ചയ്ക്ക് കാരണം. ഈ കർത്താവിനെ തോന്നുന്ന പോലെ അനുഗമിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് പരിശീലനം കൃത്യമായിട്ട് ചെയ്യണം. അഭിഷേകം അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ വിശ്വാസം. അതുപോലെ തന്നെയുള്ള അനുഗ്രഹമാണ് ഈ വിശ്വാസ പരിശീലനം, മരണം വരെ തുടരുന്ന പരിശീലനം. അതിലൊരിക്കലും വെള്ളം ചേർക്കാതെ, അതിലൊരു കുറവും വരുത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അങ്ങനെ പരിശീലനം പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മോശ ഒന്ന് വരാൻ വൈകിയതിൻ്റെ പേരിൽ പരിശീലനം വിട്ടിട്ട് ദുരാചാരങ്ങൾക്ക് പുറകെ പോയ ഇസ്രായേൽ ജനത്തെ പോലെ മറുതലിക്കാതെ, ദുശാഠ്യക്കാരാകാതെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ, പരിശീലനം പൂർത്തിയാകാൻ, അങ്ങനെ വിശുദ്ധരായി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം ദൈവത്തോട് ഈ ഒരു കരുണ, കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നിന്നുകൊള്ളാം, അങ്ങയുടെ കയ്യിൽ നിന്ന്, അങ്ങയുടെ കരവലയത്തിൽ നിന്ന് കുതറി ഓടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി. അടിയനിതാ അടിയനിതാ നാഥ, അടിയനിതാ നാഥ,
അടിയനിതാ നാഥ അടിയനിതാ. കുരിശിൻ ചുവട്ടിൽ അങ്ങനെ നിന്ന് സമർപ്പണം പൂർത്തിയാക്കിയ പരിശുദ്ധമ്മയിൽ നിന്ന് ശക്തിയാർജിച്ച് വിശുദ്ധയായി തീർന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിൽ കർത്താവിൻ്റെ കൂടെ മരണം വരെ നിൽക്കാൻ, ഈ പരിശീലനത്തിൽ വിട്ടകലാതെ തുടരാൻ ഒരു പ്രത്യേക അഭിഷേകവും കൃപയും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ. കൈകളിൽ പൂജമാതങ്ങളിൽ കാണിക്കയായി നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാങ്ങിനമേ. തൃക്കൈകളിൽ പൂജമാതങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസായുടെ സ്മരണയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാഗദ്രവ്യങ്ങൾ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങേ സന്നിധിയിൽ ഭക്തി നിർഭരവും പരിശുദ്ധവുമായ സ്നേഹത്തിൽ ഞങ്ങൾ നിരന്തരം ജ്വലിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിശുദ്ധവും ന്യായവുമന്ത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങ് വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു വന്നെയും വീണ്ടരവോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കേണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾ സമാധാനം നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം ഞങ്ങളുടെ അനുദിനമുള്ള കുരിശ് വഹിക്കാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അങ്ങനെ അങ്ങേ പുത്രൻ്റെ സാദൃശ്യത്തിൽ ഞങ്ങൾ വളരുകയും ഒരു ദിവസം സ്വർഗത്തിൽ അങ്ങയെ നിത്യമായി ദർശിച്ചാനന്ദിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.